ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. ഇന്ന് ഒരു കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ആ ആത്മബന്ധം എപ്പോഴും സന്തത സഞ്ചാരികളാണ്. ഭഗവാന്റെ കൂടെ എപ്പോഴും അർജുനനുണ്ട്. അർജുനന്റെ സംശയങ്ങളെ എല്ലാം ദൂരീകരിച്ചു കൊടുക്കുന്നത് ഭഗവാനാണ്. കൂടുതൽ ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കുവാൻ അർജുനനെ പ്രാപ്തനാക്കുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ ഓരോ ഉപദേശങ്ങളിലും അർജുനന് വലിയ വലിയ അറിവുകളാണ് നേടുന്നത്, അല്ലേ? നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്കറിയാം ആ ഭഗവാന് എത്രത്തോളമാണ് ആ അർജുനനെ ഉപദേശിച്ചിരിക്കുന്നതെന്നുള്ളത്. അർജുനന്റെ ചോദ്യമാണ് ഏറ്റവും കൂടുതൽ. ഭഗവാന്റെ ആ ഉത്തരമെന്ന് പറയുന്നത് 500-ൽ പരം ശ്ലോകങ്ങളിൽ മാത്രമായിട്ടാണ്. അത് നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കടക്കുമ്പോൾ അതൊക്കെ പറഞ്ഞു തരാം. ഇവിടെ നമ്മുടെ അർജുനന് ഒരു സംശയം ഭഗവാനോട് ചോദിക്കുകയാണ്. ഭഗവാനെ, യുധിഷ്ഠിരനും കർണനും ഒരേപോലെ ദാനശാലികളാണ്. എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ നല്ല മനസ്സുള്ളവരാണ്. എന്നാൽ ഈ കർണനെ മാത്രം മഹാദാനശാലി എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണ് ഭഗവാനെന്ന് ചോദിച്ചു. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഇത് നിന്നോട് ഞാൻ പറഞ്ഞു തരികയല്ല. ചിലതൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുക തന്നെയല്ല, കൂടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും വ്യക്തമായിട്ട്. അപ്പോൾ അർജുനനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേർക്കും ഭൂമിയിലേക്ക് പോകാം. വേഷം മാറി വേണം പോകാൻ. വേഷം മാറി ബ്രാഹ്മണരുടെ വേഷത്തിൽ നമ്മൾ അത്യാവശ്യമായിട്ടൊരു യാഗം നടത്തുന്നതിന് കുറച്ച് ദ്രവ്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ പോകുന്നവരെ പോലെ ആവണമെന്ന് പറഞ്ഞു. ശരി, 2 പേരും ബ്രാഹ്മണ വേഷത്തിൽ ആദ്യം തന്നെ യുധിഷ്ഠിരൻ്റെ ആ കൊട്ടാരത്തിലേക്ക് ചെന്നു. ചെന്ന സമയത്ത് യുധിഷ്ഠിരന് ആരാന്നൊന്നും അറിയില്ലല്ലോ. നല്ല വൃദ്ധരായിരിക്കുന്ന ബ്രാഹ്മണരാണ്. അവരെ കണ്ടു, സന്തോഷമായിട്ടിരിക്കാനൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ വന്ന ആ ആഗമന ഉപദേശം ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് യാഗം നടത്താനായിട്ട് ചന്ദനത്തിൻ്റെ കുറച്ച് തടികൾ ആവശ്യമാണ്. അപ്പോൾ അത് യുധിഷ്ഠിരൻ്റെ പക്കൽ നിന്ന് നമുക്ക് കിട്ടുമെന്നൊരു ഉറപ്പുണ്ട്, അതിനാണ് വന്നത് എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ നാനാ വഴിക്കോട്ടും ഭടന്മാരെ അയച്ചു ചന്ദനമുട്ടികൾ കൊണ്ടുവരാനായിട്ട്. ഒരു രക്ഷയില്ല. കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എങ്ങും കിട്ടാനില്ലല്ലോ, പിന്നെ ഇനിയും മഴക്കാലമൊക്കെയല്ലേ, നമുക്ക് ഉണങ്ങിയ ചന്ദനമുട്ടികൾ കിട്ടാൻ ഒരു വഴിയില്ല, വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കിനി അടുത്തിടങ്ങളിലേക്ക് പോകാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് നേരെ കർണൻ്റെ കൊട്ടാരത്തിൽ വന്നു. കർണൻ്റെ കൊട്ടാരത്തിൽ വന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, കുറച്ച് ചന്ദനമുട്ടികൾ വേണം, യാഗം നടത്തുന്ന ആവശ്യത്തിന് വേണ്ടിയാണ്, ഞങ്ങൾ ബ്രാഹ്മണ പുരോഹിതന്മാരാണ്, ഞങ്ങൾക്ക് ഈ യാഗമൊക്കെ നടത്തുന്നവരാണ് എന്നൊക്കെ പറഞ്ഞാണ് ചെല്ലുന്നത്. കർണൻ പറഞ്ഞു, ചന്ദനമുട്ടികൾ ഇപ്പോൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് യാഗത്തിന് പറ്റി ഉണങ്ങിയത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം, സാവകാശം ഞാൻ പറയാം, ഒന്ന് കേൾക്കണേ, വിനയാന്യതനായിട്ടാണ് പറയുന്നത് കർണൻ. അപ്പോൾ ബ്രാഹ്മണ പുരോഹിതന്മാർ പറഞ്ഞു, കേൾക്കാം, പറഞ്ഞാട്ടെ. അപ്പോൾ പറഞ്ഞു, ഞാൻ ചന്ദനമുട്ടികൾ തരാം, ഒന്ന് ക്ഷമയോടിരിക്കണേന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും വിചാരിച്ച എന്താണ്, അവിടെ എവിടെയോ സൂക്ഷിച്ചു വെച്ചിരിപ്പുണ്ട് കർണൻ, അത് എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ ആവാം. അതല്ലായിരുന്നു. പെട്ടെന്ന് ചെന്നൊരു മഴു എടുത്തുകൊണ്ട് വരുന്നു. കർണൻ്റെ കൊട്ടാരം മുഴുവനും ചന്ദനത്തടികൾ കൊണ്ട് പണിതതാണ്. ആ ജനലുകളും കതകുകളും ഒക്കെ ആ മഴ കൊണ്ട് വെട്ടിപ്പൊളിച്ചു.
എന്നിട്ട് ആവശ്യത്തിനുള്ള ആ ചന്ദനത്തടികൾ ഈ വൃദ്ധരായിരിക്കുന്ന ഈ ബ്രാഹ്മണരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതായത് നമ്മുടെ കൃഷ്ണൻ്റെ കയ്യിലും അർജുനൻ്റെ കയ്യിലും ഏൽപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് നടന്നു പോവുകയാണ്. രണ്ടുപേരും കൂടെ നടന്നു പോകുന്ന സമയത്ത് ഭഗവാൻ അർജുനനോട് ചോദിച്ചു, ഇപ്പോൾ മനസ്സിലായോ ഇവിടെ ആരാണ് മഹാദാനം ചെയ്തത് എന്ന്? അപ്പോൾ അർജുനൻ പറയാണ്, ഭഗവാനെ എനിക്കൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ? അപ്പോൾ ചിന്തിക്കുന്നില്ല നമ്മുടെ അർജുനനും. ഭഗവാൻ പറഞ്ഞു, നമ്മൾ യുധിഷ്ഠിരൻ്റെ അടുക്ക ചെന്നിട്ട് ഈ കൊട്ടാരത്തിൻ്റെ ആ ചന്ദനമുട്ടികളൊക്കെ കൊണ്ട് പണിതിരിക്കുന്ന ജനലുകളോ വാതിലുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിപ്പൊളിച്ച് തരാൻ പറഞ്ഞാൽ തന്നേനേയും, സന്തോഷത്തോടെ തന്നേനേയും. നമ്മളതങ്ങനെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ആ ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ യുധിഷ്ഠിരനില്ല, ചിന്തിച്ചിട്ട് അങ്ങനെ കൊടുക്കാനുള്ള. അപ്പം യുധിഷ്ഠിരന് കർമ്മമേ ചെയ്യൂ. ആ കർമ്മം ചെയ്യാൻ പെട്ടെന്ന് മുന്നിലൊന്നും ഇല്ല താനും. എന്നാൽ ഇവിടെ കർണൻ എന്താണ് ചെയ്തത്? കർണന് ചിന്തിച്ച് ആലോചിക്കുന്ന ആളാണ്. പെട്ടെന്ന് കൊടുക്കാൻ എനിക്ക് പറ്റുന്ന എന്താണ്? ആ ദാനം ഇഷ്ടത്തോടെ കൊടുക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. കർണനും യുധിഷ്ഠിരനും തമ്മിലുള്ള ദാനം കൊടുക്കുന്നതിലെ വ്യത്യാസം. അതായത് കൂടുതൽ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ കർണൻ ദാനം ചെയ്യുന്നു. യുധിഷ്ഠിരനാണെങ്കിലോ അതൊരു കർമ്മമായിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെ മഹാദാനം എന്ന് വിശേഷിപ്പിക്കേണ്ടത് ആരുടെയാണ്? കർണൻ്റെയാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നത് എന്താണ്? ഈ മഹാദാനം എന്ന് പറയണമെങ്കിൽ അതേത് വസ്തുവായാലും സന്തോഷത്തോടെ നമ്മൾ അർപ്പിക്കുന്നതാണ് അത് മഹാദാനം എന്നുള്ളത്. എല്ലാവർക്കും നമ്മുടെ മഹാദാനത്തെക്കുറിച്ച് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ആ ദാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത മഹത്വം നമുക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം.